നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ ഒരു യാത്രാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ മനോഹരമായ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. എന്നും മനോഹരമായ സ്ഥലങ്ങളാണ്, പക്ഷേ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോന്നിയിലാണ്. കോന്നി ഡിവിഷനിലെ ഇക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാനായി വന്നിരിക്കുന്നത്. അതിമനോഹരമായ വനത്തിന്റെ നടുക്കുള്ള സർക്കാരിന്റെ റിസോർട്ടിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് കോന്നി അടവി കൊട്ടവഞ്ചിയും അതുപോലെ കോന്നി ആനക്കൂടും ഒക്കെ കണ്ടുപോയിട്ടുള്ളവരുണ്ട്. പക്ഷേ നിങ്ങൾ ആരും ഈ റിസോർട്ടിനെ പറ്റി അറിഞ്ഞു കാണില്ല. ഒരു 3-4 ഹട്ടുകൾ ഇവിടെ ഉണ്ട്. നല്ല അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് താമസിക്കാം. 3200 രൂപയ്ക്ക് 4 പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഹട്ടാണ്. അതായത് കുടിലെന്ന് പറയുമ്പോൾ പുൽക്കുടിലൊന്നും അല്ല, പക്ഷേ ഇത് ഉയർത്തി പണിഞ്ഞിരിക്കുകയാണ്. അപ്പുറത്തൂടെ നമുക്കറിയാം നല്ലൊരു പുഴ ഒഴുകുകയാണ്. ആ പുഴയുടെ മുകളിലാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്ത് നമുക്ക് ആനകളെയും കാട്ടുപോത്തിനെയും മ്ലാവുകളെയും ഒക്കെ കാണാം. ഞങ്ങളിപ്പോൾ വന്ന് കയറിയപ്പോൾ ഫസ്റ്റിലെ കണ്ട മ്ലാവിനെയാണ്. രാത്രി വളരെ സുരക്ഷിതമായി കുടുംബസമേതം വന്ന് തങ്ങാൻ പറ്റിയ സ്ഥലമാണ്. 3200 രൂപയുള്ള ഈ കോട്ടേജിന്. അപ്പോൾ 4 പേർക്ക് സുഖമായിട്ട് താമസിക്കാം. ഫുഡിന് വേറെ പൈസ കൊടുക്കണം. പിന്നെ നേരത്തെ ട്രക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇനി ട്രക്കിംഗ് ഒക്കെ പിന്നാലെ വരും എന്നാണ് പറയുന്നത്. അതായത് ഈ കോട്ടേഴ്സിന്റെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോന്നിയിൽ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ 10 മണി മുതൽ പിറ്റേന്ന് 11 മണി വരെ ഇവിടെ തങ്ങാം. അതുകൊണ്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ അടിപൊളിയായിട്ട് കുളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. താഴെ നല്ല പുഴ ഒഴുകുന്ന സ്ഥലമാണ്. അത്രയും വൈബായിട്ടുള്ള ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അടവിയിലെ ഈ റിസോർട്ടിലേക്ക്, സർക്കാരിന്റെ റിസോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ ഇവിടെ ചേട്ടനുണ്ട്. ആ ചേട്ടൻ പറഞ്ഞു തരും. ഓക്കെ. പത്തനംതിട്ട ജില്ലയിലെ കോന്നി മലനിരകൾക്കടുത്തുള്ള അടവി പ്രകൃതി സ്നേഹികളും സാഹസികത ആഗ്രഹിക്കുന്നവരും കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. കല്ലാർ നദിയുടെ തെളിഞ്ഞ വെള്ളത്തിലൂടെ സന്ദർശകരെ ശാന്തമായ യാത്രയിലേക്ക് കൊണ്ടുപോകുന്ന ബൗൾ ബോട്ടിംഗ് സവാരിക്ക് അറിയപ്പെടുന്ന മനോഹരമായ ഇക്കോ ടൂറിസം. സവിശേഷമായ കൊറാക്കിൽ ബോട്ട് റൈഡുകൾക്ക് പേര് കേട്ടതാണ് അടവി. 5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ നദീതീരത്ത് പച്ചപ്പിന്റെയും പ്രകൃതി ദൃശ്യങ്ങളുടെയും അതിമനോഹരമായ കാഴ്ചകൾ കാണാം. സന്ദർശകർക്ക് ചെറുതും വലുതുമായ ബോട്ട് റൈഡുകൾ തിരഞ്ഞെടുക്കാം. കുടുംബങ്ങൾക്കും സാഹസിക സഞ്ചാരികൾക്ക് ഒറ്റയ്ക്കും ഒരുപോലെ അനുയോജ്യമായ വിനോദയാത്രയാണ് കൊറാക്കിൾ. എൻ്റെ പേര് ബഷീർ എന്നാണ്. ഞാൻ മണ്ണേറയിൽ നിന്ന് വരുന്നു. ഇത് കോന്നി അടവി എക്കോ ടൂറിസത്തിൽ ഉൾപ്പെടുന്നതാണ്. കോന്നി കൊട്ടവഞ്ചി, കോന്നി ആനക്കൂട്, പിന്നെ ബാംബു ഹട്ട്, ഇതെല്ലാം ഇത് കോന്നി അടവി എക്കോ ടൂറിസത്തിൽ പെടുന്നതാണ്. ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നതിന് 3200 രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ്. 4 പേർക്ക് സ്റ്റേ ചെയ്യാം ഒരു റൂമിനകത്ത്. പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് സുരക്ഷിതത്വമുണ്ട്. ഇവിടെ സ്റ്റാഫുകൾ നൈറ്റിലുണ്ട്. പിന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പിന്നെ വന്യജീവികളൊക്കെ വരുന്ന, ആനയൊക്കെ വരുന്നത് 6 അങ്ങേക്കര ആയിരിക്കും. നമുക്കത് വീട്ടിൽ നിന്ന് ചിലപ്പം കാണാൻ പറ്റും. പോത്ത് ഉണ്ട്, അത് പായൽ തിന്നാൻ നൈറ്റിൽ ഇറങ്ങി വരും. ഇത് നമുക്ക് ചില സമയത്ത് കാണാൻ പറ്റും. നമുക്ക് ശല്യമൊന്നുമില്ല. ഇവിടെ വരുന്നവർക്ക് കുളിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഇപ്പം 5 എണ്ണമാണ്. ഇപ്പം 3 എണ്ണമാണ് പ്രവർത്തിക്കുന്നത്. 2 എണ്ണം മെയിൻ്റനൻസ് ആയി കിടക്കുകയാണ്. ഇതിൻ്റെ ബുക്കിംഗ് ഓൺലൈനിലുണ്ട്. ഓൺലൈനിൽ ഇപ്പം ബുക്കിംഗ് ഇപ്പോൾ ഒരു ഓൺലൈൻ എന്തോ ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. ഇപ്പം വിളിച്ച് നെറ്റിൻ്റെ നമ്പറുണ്ട്, നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുക. സൈറ്റ് കേരള ഫോറസ്റ്റ് എക്കോ ടൂറിസത്തിൻ്റെ അകത്താണ്. പത്തനംതിട്ട ജില്ല അടിച്ചെടുക്കുമ്പം ബാംബു ഹട്ട് അടിച്ചാൽ മതി. അന്നേരം കോന്നി അടവി അടിച്ചാൽ മതി. അന്നേരം ഇത് ഉൾപ്പെടും അതിനകത്ത്. താമസിക്കുന്നവർക്ക് ഫുഡ് എങ്ങനെ? ഫുഡ് എക്സ്ട്രാ പൈസയാണ്. ഫുഡ് നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ ഒരു 4 മണിയൊക്കെ 3 മണിയൊക്കെ ആവുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ വൈകിട്ടത്തെ ഫുഡും രാവിലത്തെ ഫുഡും ഒക്കെ നമ്മളൊരു ഹോംലി ഫുഡാണ്. ഒരു വീട്ടിൽ അറേഞ്ച് ചെയ്യുകയാണ്. അവരത് ചെയ്ത് ഇവിടെ എത്തിച്ചേരും. ടൈമിംഗ് രാവിലെ 11 മണി തൊട്ട് പിറ്റേന്ന് 10 മണി വരെ. പിറ്റേന്ന് ബുക്കിംഗ് അഥവാ ഇല്ലാതെ വരുവാണെങ്കിൽ പിന്നെ 1 മണിക്കൂറൊക്കെ വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കും. പക്ഷേ വേറെ ബുക്കിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. 1 മണിക്കൂർ ക്ലീനിങ് ഇതിനായിട്ട് 1 മണിക്കൂർ വേണ്ടി വരും. അപ്പോൾ മറ്റൊരു 11 മണിക്ക് അവർക്ക് കൊടുത്തേ പറ്റും. അതല്ല പിന്നെ ബുക്കിംഗ് ഇല്ല എങ്കിൽ നമ്മൾ 1 മണിക്കൂറിലൊക്കെ അവർക്ക് സാവകാശം കൊടുക്കും. സാധാരണ റിസോർട്ടിന്റെ ഭാഗത്ത് കോന്നി ഫോറസ്റ്റ് ഡിവിഷനുമായി ബന്ധപ്പെട്ട സ്ഥലമല്ലേ? ഇത് കോന്നി ഡിവിഷനിൽ പെടുന്നത്. നമുക്കിവിടെ എന്തൊക്കെ മൃഗങ്ങളൊക്കെ വരുന്നത്? ഇവിടെ ആനയുണ്ട്, പോത്തുണ്ട്, പിന്നെ ബ്ലാവ്, പിന്നെ എല്ലാ ജീവിയുണ്ട്. ഇപ്പം ബ്ലാഹൻകുട്ടിയെ കണ്ടല്ലോ. ഇപ്പൊ എല്ലാ ജീവിയുണ്ട്. നമ്മൾ ഉയർന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റും. പക്ഷെ അത് നമുക്കിപ്പോ ഉറപ്പ് പറയാൻ പറ്റില്ല. ഏത് സമയത്ത് അത് വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങി വരുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഈ ഹട്ടിനകത്തൊന്നും കയറാതെ നോക്കാനെ കൊണ്ടും പിന്നെ പെൻസിലിംഗ് 4 സൈഡും പെൻസിലിംഗ് ഉണ്ട്. അത് വൈകിട്ട് 6 മണിക്ക് ചാർജ് ചെയ്യും. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ 6 മണി വരെ പെൻസിലിംഗ് ഉണ്ട്. പിന്നെ പകല് നോക്കാൻ ആളുണ്ട്. നൈറ്റിലും ബാച്ചർമാരും നോക്കാൻ കൊണ്ട് ആളുണ്ട്. ബോട്ടിങ്ങിന് പുറമെ മറഞ്ഞിരിക്കുന്ന പ്രകൃതി സൗന്ദര്യം പര്യവേഷണം ചെയ്യാൻ കഴിയുന്ന പച്ചപ്പ് നിറഞ്ഞ വനങ്ങളിലൂടെയുള്ള ട്രെക്കിംഗ് ഉൾപ്പെടെയുള്ള മറ്റു പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളും അടവിയിൽ ലഭ്യമാണ്. വനത്തിനുള്ളിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ട്രീ ഹൌസ് സന്ദർശകർക്ക് ശാന്തമായ അന്തരീക്ഷത്തിൽ പൂർണ്ണമായും മാനസിക സന്തോഷം നൽകുന്നു. വനം ടൂറിസം വകുപ്പുകൾ ആരംഭിച്ച അടവി ഇക്കോ ടൂറിസം പദ്ധതി കോന്നി ഇക്കോ ടൂറിസം സംരംഭത്തിന്റെ ഭാഗമാണ്. അടവി ബോട്ടിംഗ്, കോന്നി ആനക്കൂട് ഇവയെല്ലാം കണ്ട് ഒരു ദിവസം വനത്തിനുള്ളിലെ ബാംബു ഹട്ടിൽ തങ്ങാം. അതൊരു അനുഭവമാണ്. രാത്രിയിൽ പുഴയുടെയും പക്ഷിജാലങ്ങളുടെയും ശബ്ദങ്ങൾ ആസ്വദിച്ച് വനവന്യതയുടെ മടിത്തട്ടിൽ ഉറങ്ങാം.
പത്തനംതിട്ട മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 22 കിലോമീറ്റർ ദൂരമുണ്ട് അടവിയിലേക്ക്. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഏകദേശം 47 കിലോമീറ്റർ ദൂരമുണ്ട്. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഏകദേശം 111 കിലോമീറ്റർ ദൂരമുണ്ട്. പക്ഷേ ഈ യാത്രകളൊന്നും നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകില്ല. വനത്തിന്റെ സൗന്ദര്യവും അടവിയുടെ സൗന്ദര്യവും ട്രക്കിങ്ങും എല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാകും. ഇത് വളരെ നല്ലൊരിടമാണെന്ന്, നല്ലൊരു കാഴ്ചയാണെന്ന്, മനസ്സിന് ഉല്ലാസം തരുന്ന ഒരു സ്ഥലമാണെന്ന്. അടവിയിലെ ബാംബുഘട്ടിലെ താമസം തന്നെയായിരിക്കും സഞ്ചാരികളെ ഏറെ സന്തോഷിപ്പിക്കുക. വന്യമൃഗങ്ങളുടെ ശബ്ദവും അവയെ നേരിട്ട് കണ്ടും പക്ഷികളുടെ കലവിലയും പുഴയുടെ ആരവവും ഒക്കെ കേട്ട് പുഴയിൽ നീന്തി തുടിച്ച് പ്രകൃതിയിൽ ഇങ്ങനെ ലയിച്ചു കിടക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ബാംബുഘട്ട്. ഇതിപ്പം ഈ വരുന്ന ഓണം 10ാമത്തെ ഓണമാണ് ഇനി വരുന്നത്. ഇവിടെ വരുന്ന എല്ലാ സ്റ്റാഫുകളും മാന്യമായിട്ട് സഹകരിച്ചാണ് പോകുന്നത്. അല്ലാതെ ഇതുവരെ ഒരു ഗസ്റ്റും ഇവിടെ അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നതല്ല, അങ്ങനെ ഉണ്ടാകുന്നൊന്നുമില്ല. നല്ല സംതൃപ്തിയാണ് പോകുന്നത്. വരും. വനത്തിനകത്ത് ഒരു ദിവസം താമസിക്കാന്നുള്ള ഇതാണ്. ഇതിന് അങ്ങോട്ട് വനമാണ്. അങ്ങോട്ട് വിടത്തില്ല. അങ്ങോട്ട് അപ്പുറത്ത് വണ്ടിത്തിരിപ്പുണ്ട്. വണ്ടിത്തിരിപ്പിന് അപ്പുറത്തോട്ട് പിന്നെ വിടത്തില്ല. പിന്നെ നേരത്തെ ട്രക്കിംഗ് ഉണ്ടായിരുന്നു. അന്നേരം ഇതിന്റെ റേറ്റ് 4000 രൂപയായിരുന്നു. നമ്മൾ ഒരു ഗൈഡിനെ കൊടുക്കുമായിരുന്നു. അങ്ങനെ ട്രക്കിങ്ങിന് ഉള്ളിൽ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പൊ അവിടെ വനമൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ ഈ ഉണക്കിന് തീപിടുത്തമൊക്കെ ഉണ്ടായ അങ്ങനെ ഒരു ഇത് വന്നു ഇപ്പൊ നിർത്തി വെച്ചേക്കും. ട്രക്കിംഗ് നടന്ന് വനത്തിനകത്ത് കൊണ്ടുപോകും. അവിടെ ചിലപ്പോൾ ഈ ആറ് 2 തിരിയുന്ന ഏരിയകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നല്ല കാണാനൊക്കെ ഉള്ള നല്ല സൗകര്യങ്ങളുണ്ട്. പക്ഷെ അതിനി തുടങ്ങുമെന്നുള്ള തീരുമാനമൊന്നും ആയിട്ടില്ല. അതങ്ങനെ ഒരു ഗൈഡൂടെ കൊടുക്കായിരുന്നു. അപ്പൊ 4000 രൂപയായിരുന്നു ഇതിന്റെ പാസ്. 4000 രൂപയായിരുന്നു. ഇപ്പൊ അത് നിർത്തിയത് കൊണ്ട് 3200 രൂപ. ഗസ്റ്റുകളുണ്ട്. അവര് വന്നിട്ടിരിക്കുക. അവരിപ്പം ഗേറ്റിൽ വന്നിട്ടുണ്ട്. അവര് ഈ റൂമാണ് എടുത്തിരിക്കുന്നത്. അവര് എറണാകുളത്ത് നിന്ന് വരിക. അതൊരു ഫാമിലിയാണ്. ഇങ്ങനെ കിടന്നിട്ടുണ്ട്. ഇല്ല എൻ്റെ വരെ ഉണ്ട്. ഈ കട്ടിന്റെ അടിവശമുള്ളൂ ഇല്ലാത്തത്. അത് ഈ മൃഗങ്ങള് ഇതിൽ കീഴിൽ കൂടെ കയറാവുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഈ പകല് ചിലപ്പോൾ കയറി. പകല് ചാർജ് ചെയ്യുന്നില്ല. രാത്രിയിലാണ് കറണ്ട് കൊടുക്കുന്നത്. ഈ കറണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സോളാർ ഫെൻസിങ് ആണ്. നിശ്ചിത വോൾട്ടിലാണ് വരുന്നത്. ഇത് ഒരു ഷോക്ക് അടിക്കും. ആ രീതിയിലാണ്. മുളയൊക്കെ നമ്മൾ നേരത്തെ ഇത് ഇവിടെ വെച്ച് പിടിപ്പിച്ച മുള നമ്മളിപ്പോ വീണ്ടും വെച്ച് പിടിപ്പിക്കുന്നുണ്ടോ? അതോ മുള വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗസ്റ്റാ വരുന്നത്. അപ്പോൾ നമ്മൾ സർക്കാരിന്റെ അടവി ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ്. ഇക്കോ ടൂറിസം കോന്നിയിലാണ്. അപ്പോൾ അബ്ദുൽ ബഷീറൊക്കെയാണ് നിൽക്കുന്നത്. ഇവിടെ 10 വർഷമായിട്ട് ഇവിടുത്തെ അടവിയുടെ റിസോർട്ട്, അതായത് നമ്മുടെ ഇക്കോ ടൂറിസം ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും മനോഹരമായ വനത്തിലെ റിസോർട്ടുകളുണ്ട്. വനത്തിന്റെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് പരിസ്ഥിതിയെ സ്നേഹിച്ച് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം അല്ലെ? അതിനു വേണ്ടിയിട്ടാണ്. ചെറിയ പൈസയേ ഉള്ളൂ. ഒരു കുടുംബത്തിന് 4 പേർക്ക് ഇവിടെ വന്ന് സുഖമായിട്ട് 3200 കഴിയാം. പിന്നെ എക്സ്ട്രാ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഫുഡും എല്ലാം ഉണ്ടാക്കി തരും. അഡൽട്ട് അടക്കം 4 പേര് ഒരു ഫാമിലി എന്ന് ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഒരു 3200 ഈ ഹട്ടിൽ അടിച്ചു പൊളിച്ച് കിടക്കാം. AC ഒന്നും വേണം. നല്ല തണുപ്പ് അല്ലേ? അപ്പോൾ നല്ല തണുപ്പാണ്. നമ്മുടെ അടവി ഇക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഒരുപാടുണ്ട്. ആരും അറിയാതെ കിടക്കുന്ന ഈ ഒരു സ്ഥലം നിങ്ങളെ പരിചയപ്പെടുന്ന എല്ലാവരും വരണം. ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ നമ്പർ കൊടുക്കും. നമ്പറിൽ വിളിക്കുക, ഇവിടെ കിട്ടും. അപ്പോൾ നമ്മൾ ഇനിയും അടിപൊളി കാഴ്ചകളുമായി ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും. ഓക്കെ ചേട്ടാ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഓക്കെ ശരി. ഓക്കെ.